ബാക്കിയുള്ളവർ പിന്നെ പാർട്ടികൾക്കും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും. എങ്ങനെയുണ്ട് മൊത്തം ഒരു എക്സ്പീരിയൻസ്? എന്താ തോന്നിയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്താ പറയാ, പഠിക്കണം, അത്രേ ഉള്ളൂ. ഒരു ഏവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടക്കുമോ? ആവറേജ് സ്റ്റുഡന്റ് ഒരു കുറച്ച് അബവ് ആവറേജ് ആയിരിക്കും. ബിക്കോസ് ഇത് ഇലിയക്കുള്ള റാങ്കിനുള്ള സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ ടോപ്പാണല്ലോ ശരിക്കും. ജോർജിയയിലെ നമ്പർ 1 ആണ് ഇലിയ റാങ്കിങ്ങിൽ. ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ USMLE ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബുക്ക് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ അതാ തരുന്നത്. പ്രൊഫസേഴ്സ് ഒക്കെ USMLE ഒക്കെ പാസ് ആയാൽ ശരിക്കും ഇങ്ങനെ പഠിക്കുന്നത് നമുക്ക് USMLE ഭയങ്കര ഹെൽപ്പ് ചെയ്യുമല്ലോ. കാരണം USMLE എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല ഡോക്ടറായിട്ട് ഇറങ്ങും. ഇപ്പം അതായത് ഇപ്പൊ കറന്റ് ഇലിയനെ കുറിച്ച് ഇപ്പൊ അറിയാലോ. ഇത് വെച്ചിട്ട് +2 വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇലിയ ചൂസ് ചെയ്യില്ല. എനിക്കറിയാം എന്താണ് കഴിഞ്ഞത്, എന്താണ് ബാക്കിയുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് വൈസ് പോകുന്നതിനെ കൊണ്ട് ഐ ഫീൽ ലൈക്ക് 6 years would be worth it. വേറെ ഏതാ രാജ്യം നിന്ന് കുട്ടികളുള്ള നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ? കാനഡയിൽ നിന്നൊക്കെ ഒരു കൊച്ചുണ്ട്. ആ കാനഡൻ സിറ്റിസൺ. ഈ GCC കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്, അറബ്സ് അങ്ങനത്തെ. ഇപ്പൊ ഒരു കുട്ടി വന്നില്ലെങ്കിൽ എല്ലാവരും സഹായിക്കും. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ്. ഒരു കോമ്പറ്റീഷൻ ഇല്ല. ബിക്കോസ് എവ്രിവൺ ഈസ് ട്രൈങ് ടു ലൈക്ക് നോട്ട് ഫോൾ ഡൗൺ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ?